എനിക്ക് പേടിയുള്ളപ്പോൾ പിന്നെ ആറ്റുകാലമ്മയുടെയൊക്കെ പടമൊക്കെ എടുത്തിട്ട് മൊബൈലിൽ ഭഗവാനെ ഭഗവാൻ മ്യൂസിക് കേട്ടാ എന്റെ കാലിൽ ആരും പിടിച്ച് വലിക്കുകയായിരിക്കും. ഞാൻ ഇങ്ങനെ ഞാൻ തിരിച്ചിങ്ങനെ വലിക്കുന്നുണ്ട്. എനിക്ക് ഇത്തിരി വെട്ടമില്ലാണെന്ന് ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മള് അപ്പൊ എങ്ങനെ അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കണു. അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഒരാളേ അല്ല ഞാൻ അല്ലേ. അതെ അതെ അതെ. ഞാനും അമ്മയും കൂടെ ഇങ്ങനെ വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചേച്ചി ഓടി വന്നിട്ട് പിടിച്ച് ഇങ്ങനെ നിർത്തിട്ട് ഒരൊറ്റ പിച്ച്. എനിക്ക് ഏറ്റവും വലിയ വിഷമം ചെയ്യാൻ പറ്റാത്തത് ചോട്ടാ മുംബൈ മൂവിയിൽ ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ടുള്ള ചെറിയ സിസ്റ്ററായിട്ടുള്ള ക്യാരക്ടർ. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വേണ്ട ഞാൻ നിർത്തുകയാണ്, എനിക്ക് സിനിമ കിട്ടി പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാമായിരുന്നു. അടിക്കാൻ വന്നപ്പോ ഇങ്ങനെ പുള്ളി നമ്മുടെ ക്യാരക്ടറാണ്, വേറെ നോക്കണ്ട. എന്റെ മുന്നിലാണെങ്കിൽ അമിതാഭിനാണെങ്കിലും വലിച്ചിട്ട് ഞാൻ ചവിട്ടും. തളർത്താൻ ബെസ്റ്റാറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് മമ്മൂക്ക തോറ്റു പോകില്ലേ. ഹായ് ഹലോ ഓൾ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പിളാണ്. സോ ലെറ്റ്സ് വെൽക്കം സൗബർണിക ആൻഡ് സുഭാഷ്. ബോത്ത് ഓഫ് യു വെൽക്കം. അപ്പം ഓണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിലാണോ ഇരിക്കുന്നത്? ഓണം കഴിഞ്ഞ് ചെറുതായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം? കുഴപ്പമില്ലായിരുന്നു. കുറച്ച് പനിയൊക്കെ പിടിച്ചിട്ട് ചെറിയൊരു ഡൗൺ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. ഏട്ടല്ല കേട്ടോ എനിക്ക്. കല്യാണത്തിന് മുന്നേ ഉള്ള ഓണവും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള ഓണവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് അതിന്റെ ഒരു ചെറിഷബിൾ മൊമെന്റ്സ് ഉണ്ടാവില്ലേ ഓണത്തിന് ശേഷമുള്ള ഓണത്തിന് ഞാൻ കൂടെ അതാണ് ഏറ്റവും വലിയ ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഓണം എന്നൊക്കെ പറയുമ്പോൾ മുന്നേ ആണോ ഇപ്പോഴാണോ ഉള്ളത്? നമുക്ക് എപ്പോഴും ഒരു ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോളേജിലെ ഓണം അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഓണം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓണമാണ് എല്ലാ നമ്മുടെ മനസ്സിലുണ്ടാവുക. പണ്ടത്തെയൊക്കെ ആകുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പുലികളി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നല്ലോ. ഇപ്പൊ ഒക്കെ അങ്ങനെ ഒരു ഇതില്ല. പണ്ടൊക്കെ ഞാൻ കൊല്ലത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ തറവാട്. അപ്പൊ അവിടെ ഓണക്കാലത്ത് ഇങ്ങനെ പുലികളി മറ്റേ തോക്കും കൊണ്ടൊക്കെ വേട്ടക്കാർ വരുന്ന അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന വിഷ്വൽസ് ആണ്. പേടിച്ച് ഓടും. അന്ന് കുഞ്ഞായിരുന്നു സമയത്തൊക്കെ വരുമ്പോൾ ഓടി അകത്തോട്ട് പോയി പിന്നെ വാതിലിൻ്റെ ഇടയിൽ ഇങ്ങനെ മേടിച്ച് നോക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇപ്പോഴത്തെ ജനറേഷൻ. അന്ന് നിഷ്കളങ്കരായിരുന്നു നമ്മള്. അതെ അതെ. ഇപ്പൊ കുറെ കൂടെ ചിന്തിക്കും. സുഭാഷിന്റെ ഓണം എങ്ങനെയാണ് കുട്ടിക്കാലത്ത്? ഇതേപോലെയാണോ? പേടിയായിരുന്നു പുലിക്കളി അതൊക്കെ? അല്ലല്ല, പുലികളി കോഴിക്കോട്, എന്റെ കോഴിക്കോട് എന്റെ വീട്. അവിടെ പുലികളിയൊന്നും അധികം ഉണ്ടാവാറില്ല. ഞാനും കോഴിക്കോടാണ്. നമുക്ക് അവിടെ ഓണപ്പൊട്ടൻ ഒക്കെ വരുന്ന. എനിക്ക് ഓർമ്മ പറഞ്ഞാൽ ഈ തുമ്പപ്പൂ ഇല്ലേ, തുമ്പപ്പൂ കളക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഓർമ്മ ചേട്ടന്മാരൊക്കെ അന്ന് ഇളനെയാണ് അവർ. നമ്മൾ ചെറുതാകുമ്പോൾ അവരുടെ കൂടെ ഒക്കെ പോകുന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് എന്തോ ഒരു സംഭവം വരാനിരിക്കുന്നു, ഓണം വരിക എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഒക്കെ അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ടു ബി ഓണസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പൊ. അന്ന് എന്തോ ഓണം വരാൻ പോകുന്നപ്പോ അതിന്റെ ഒരുക്കങ്ങളും അച്ഛനും അമ്മയും അവരൊക്കെ എല്ലാരും കൂടെ ഒരു അതാണല്ലോ. ഇപ്പം പക്ഷെ എല്ലാം പിന്നെ അതിനുശേഷം പിന്നെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണക്കാലത്ത് ഇത്രയും സിനിമ വരാനുണ്ട്. മറ്റേ ഏഷ്യാനെറ്റില് അവിടെ ഇവിടെയൊക്കെ സിനിമ അതായി പിന്നെ ഓണക്കാലത്തിന് സിനിമ കാണാമല്ലോ, അതായി. പിന്നെ അതിനുശേഷം പിന്നെ മൊബൈലിൽ കുറെ സത്യം പറഞ്ഞ ഈ കൊമേഴ്ഷ്യൽസ് ആണ് കൂടുതലായിട്ട് ഓണം വരാൻ പോകുന്നത്. അവരാണോ കൂടുതൽ നമ്മൾ ഓർമ്മിക്കുന്ന ഓണം എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പൊ പണ്ടത്തെയാണ് തീർച്ചയായിട്ടും അത് ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഭയങ്കര രസമുള്ള എന്തോ ഒരു പ്രത്യേകതയാണ് അന്നത്തെ ഓണം. ക്ലബുകളുടെ പരിപാടികൾ. അതെ അതെ. പിന്നെ അതുപോലെ പൂക്കളം ഇട്ടിട്ട് മാർക്കിടാനൊക്കെ വരും. അപ്പൊ നമ്മൾ മത്സരിച്ച് അതിന് വേണ്ടിയിട്ട് ചെയ്യും. ഞങ്ങളുടെയൊക്കെ അവിടെ ആകുമ്പോൾ ഞാൻ ഈ പാട്ട് ഒക്കെ പാടുന്ന കൊണ്ട് എല്ലാം അവിടെ അടുത്തടുത്ത ക്ലബുകളുണ്ട്. അപ്പൊ അവിടെ ഇവിടെ എല്ലായിടത്തും പോയി പാടും. തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഒരു കാര്യമില്ലല്ലോ, പക്ഷെ അത് ഭയങ്കര ഓർമ്മകളാണ്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് പെട്ടെന്നല്ല എനിക്ക് പ്രണയമായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞിട്ടുണ്ട് പക്ക ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ നമ്മൾ അറേഞ്ച്ഡ് മാരേജിലും പ്രണയിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവല്ലോ. ഓക്കെ, ഇയാള് കൊള്ളാം, അടിപൊളിയാണ്. ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? ഒരു ഐസ് ബ്രേക്കിംഗ്. അത് ഏട്ടൻ പറയട്ടെ. രണ്ടാക്കും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഫീൽ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈമിലായിരിക്കും. ആ സൗബർണിക പറഞ്ഞു അല്ലേ. ആദ്യം ആലോചന വരുന്ന സമയത്ത് ഫോട്ടോ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത സമയത്ത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും കാണിച്ചത് ഇതാ വന്ന ആലോചനയുടെ ഫോട്ടോ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ കുഴപ്പമില്ലല്ലേ. പിന്നെ ആദ്യം ഫോൺ ചെയ്തായിരുന്നു ആദ്യം. കാരണം ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് കവിത ചേച്ചി വഴിയാണ് ആലോചന വരുന്നത്. ആ പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ ആ ഉള്ള അറിവും അതൊക്കെ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് പുള്ളി എന്നെ വിളിക്കുക. അപ്പൊ ഞാനൊരു സീരിയലിന്റെ ലൊക്കേഷനിലായിരുന്നു. അപ്പൊ അവിടെ റേഞ്ച് കുറവാണ്. അപ്പൊ ആള് ആദ്യമായിട്ട് വിളിച്ചെന്ന് സംസാരിക്കാൻ വേണ്ടി എന്നെ നമ്പറൊക്കെ കൊടുത്തു. വിളിച്ച ഉടനെ ഞാൻ ഹലോ ഞാൻ കവിത ചേച്ചി പറഞ്ഞിട്ട് വിളിക്കുകയാണ്, സുഭാഷാണെന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ഫോണും കട്ടായി, റേഞ്ച് കട്ടായതാണ്. അപ്പോഴേക്കും എന്നെ ഷോർട്ടിനും വിളിച്ചു. പിന്നെ അപ്പൊ ഞാനങ്ങ് പോയി. അല്ല കാര്യമായിട്ട് ഇതിൽ കൂടുതൽ അപമാനം വേറെ ഇല്ല. ഒരുപാട് അങ്ങനെ ഗേൾസ് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ പെൺകുട്ടിയോട് സംസാരിക്കാൻ എനിക്ക് പൊതുവെ ഇച്ചിരി ഒരു അധികം അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വിളിക്കുന്നത്. മനസ്സിലായി? വിളിക്കാം, ഹലോ ഞാൻ കവിത
ശരിയാവില്ല, ആ ടോൺ ശരിയാവില്ല. അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് പഠിച്ച് അതെ അങ്ങനെ പഠിച്ച് എനിക്ക് ഓർമ്മ. ഞാൻ കാർ അങ്ങനെ സൈഡ് ചെയ്ത് കുറേ നേരമൊക്കെ നിന്നിട്ടാണ് അവസാനം വിളിക്കുന്നത്. വിളിച്ച സമയത്ത് കട്ട് ചെയ്ത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് വേണ്ടായിരുന്നു. ഏത് സമയം നാണം കെട്ടില്ലേ, അതായിരുന്നു എനിക്ക് അപ്പോഴത്തെ ഭയങ്കര ഓപ്പോസിറ്റ് എന്റെ അവസ്ഥ. ആദ്യമായിട്ട് വിളിച്ചോളൂ ഷോട്ടിൽ നിൽക്കുക ഞാനിവിടെ. അവിടെ ആണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഫ്രീ ആയിട്ട് എനിക്കും കൂടെ പുറത്തേക്ക് നിന്നാലേ റേഞ്ചും കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ സമയം മുഴുവൻ എനിക്കും ടെൻഷൻ. മോശമായി പോയല്ലോ, എന്ത് ചെയ്യാ, എന്ത് പറയാ, എന്ത് വിചാരിച്ചു കാണും, ഞാൻ കട്ട് ചെയ്താന്ന് വിചാരിച്ചു. ഫുള്ള് ടെൻഷൻ അതായിരുന്നു. പിന്നെ വിളിച്ച് ഞാനത് കഴിഞ്ഞ് ഷോട്ടിലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. തുടങ്ങുന്നതിന് മുന്നേ തേച്ചു എന്നുള്ള ഫീൽ ആയി പോയി. പിന്നെ അന്ന് തന്നെ വിളിച്ച് പറഞ്ഞു. പിന്നെ വിളിച്ച് സംസാരിച്ചു. പിന്നെ അങ്ങോട്ട് സംസാരമായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. അപ്പൊ മനസ്സുകൊണ്ടാണ് തുടക്കം. പിന്നെ സത്യം പറഞ്ഞ ഈ ചോദ്യം ചോദിച്ചപ്പോ എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു എനിക്കത് എങ്ങനെയോ അങ്ങനെ ആയതാട്ടോ. അങ്ങനെ ഒരു കറക്റ്റ് മൊമെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് അങ്ങനെ. പക്ഷെ അന്ന് സംസാരിച്ച് തുടങ്ങിയ അന്ന് മുതൽ സംസാരിച്ചിട്ട് ഇന്ന് വരെ, അതാണ് എന്റെ ഫാക്ട്, ഇന്ന് വരെ ഒരു ദിവസം പോലും ഞങ്ങൾ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. അതിനുശേഷം ഒരു ദിവസം പോലും ഞങ്ങൾ അതിനുശേഷം എനിക്ക് നിനക്കറിയാല്ലേ. എന്തായാലും കല്യാണത്തിന് മുന്നേ കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവല്ലോ. ആ സങ്കല്പത്തിലുള്ള ഒരാൾ തന്നെയാണോ സുഭാഷ്? സങ്കല്പത്തിൽ നമുക്ക് ഒരുപാട് സങ്കല്പിക്കാം. കിട്ടുന്നത് തന്നെയാണോന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഏകദേശം വൈബൊക്കെ നമുക്ക് എന്താ പറയാ, ഒരാൾക്ക് കിട്ടാന്ന് പറഞ്ഞ ലൈഫിൽ കുറച്ചൊരു ഫ്രീഡം തരിക, അത് എന്തായാലും നന്നായിട്ട് തരുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് കൂടിപ്പോയി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കൂടിപ്പോയതാണ് എനിക്ക്. അത് നമുക്ക് എന്റെ കല്യാണത്തിന് മുമ്പാണെങ്കിൽ എന്ത് കാര്യത്തിന് എനിക്ക് അച്ഛനോട് ചോദിക്കണം, അച്ഛനായിരിക്കും എവിടെ പോകുമ്പോഴും അച്ഛനായിരിക്കും കൂടെ വരിക. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് എല്ലാ കാര്യം ചോദിക്കുന്നത്. പക്ഷെ എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല. മീൻസ് അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരാളെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. അപ്പൊ അവളങ്ങനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം, അങ്ങനെ നീ ആലോചിക്കും, നീ ചിന്തിക്കുക, എന്താ എന്നോട് ചോദിക്കുന്നത്, നീ സ്വന്തം കണ്ടുപിടി, അങ്ങനെ അവള് മറ്റൊന്ന് നമുക്ക് ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ അവൾക്ക് പേടിയാണ്, എപ്പോഴും നമ്മൾ കൂടെ പോകണം. അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവള് പോയിട്ടില്ല. പിന്നെ കുറെ കാലം അവള് ലൊക്കേഷനിൽ പോകുമ്പോൾ പിന്നെ കുറെ ഞാൻ കൂടെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവറെ വണ്ടിയായിട്ട് പോയി. പിന്നെ അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വണ്ടിയും കൊണ്ട് ട്രിവാൻഡ്രം വരെ പോവുക, ഡ്രൈവർ, അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ അവള് ട്രെയിനിൽ പോയിട്ട് അവിടെ അത് കുറെ വർഷങ്ങൾ 2-3 വർഷം കൊണ്ടാണ് അവള് ആ ലെവലിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അവള് പ്രേതത്തെ പേടിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വല്ലാണ്ട്. അതെന്താ അങ്ങനെ? ചെറുപ്പത്തിലുള്ള വല്ല പ്രശ്നമാണോ? അതല്ല ഈ പണ്ട് കഥകൾ കേട്ട് നമുക്കിങ്ങനെ അങ്ങനത്തെ ഉള്ള ഒരു ഇമാജിനേഷൻ കുറച്ച് കൂടുതലാണ്. അത് പണ്ടിങ്ങനെ കഥകൾ പറഞ്ഞ് ഓരോരുത്തർ എവിടെ ചെന്നാലും ആരെങ്കിലും അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയുമല്ലോ. ഇതൊക്കെ കേട്ടിട്ട് എല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഒരു രാത്രി ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ എനിക്ക് പേടിയുള്ള പിന്നെ ആറ്റുകാലമ്മയുടെയൊക്കെ പടമൊക്കെ എടുത്തിട്ട് മൊബൈലിൽ ഇങ്ങനെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് 30 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തട്ടും. സമയത്ത് ഉറങ്ങുന്നില്ല. എന്നാ 30 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അണയുമ്പോഴത്തേനും ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും, ബാത്റൂം പോകുമ്പോൾ തട്ടും, വീണ്ടും കിടന്നു തുടങ്ങും. ആ സമയത്ത് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ പേടിക്കും. ഇപ്പൊ അത്രയില്ല കേട്ടോ. പേടിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പേടിയുള്ള ആൾക്കാരെ പേടിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ത്വരയായിരിക്കും. അങ്ങനെയല്ല, പേടിപ്പിച്ചാല് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇവള് വല്ലാതെ എന്താ പറയാ റിയാക്ട് ചെയ്യുന്നത്, ചുമ്മാ വെറുതെ പ്രശ്നമാക്കുന്ന വേണ്ടി വേണ്ട കരയോന്നു രണ്ടാമത്തെ കാര്യം. അപ്പൊ ചുമ്മാ പ്രശ്നമാക്കണമെന്ന് കരുതിയിട്ട് ആണ്. എനിക്കിഷ്ടം, ശരിയാണ്, അങ്ങനെ പേടിപ്പിക്കാൻ രസമാണല്ലോ അല്ലെ, പേടിക്കുന്നത്. പക്ഷെ എന്നെ പേടിപ്പിക്കല്ലോ കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേടിപ്പിക്കേണ്ട തോന്നിപ്പോ. ആ രീതിയിലാണ് അവളുടെ ഒരു അങ്ങനെ വല്ലയിടത്തും പേടിച്ചിട്ടുണ്ട്. സീരിയസ്ലി പേടിച്ചിട്ടുണ്ടെന്ന് ട്രിവാൻഡ്രം ഭാഗത്ത് താമസിക്കുന്ന സമയത്ത് ഈ മ്യൂസിക് അല്ല അതൊന്നുമില്ല. അതായത് ഞാനും അനിയത്തി ഒരു റൂമിലാണ് കിടക്കുന്നത്, അച്ഛനും അമ്മയും ഫ്രണ്ടിൽ വേറെ റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളൊരു ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ചും കൂടെ ചെറുതാ, അപ്പോൾ പിന്നെ ഷൂട്ടിന് കഴിഞ്ഞിട്ട് വന്നു, ടയർഡായിട്ട് കിടന്നു ഉറങ്ങിപ്പോയി. നല്ല ഉറക്കത്തില് എന്റെ കാലിൽ ആരോ പിടിച്ച് വലിക്കുക. ഞാൻ തിരിച്ചിങ്ങനെ വലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്തൊരു തണുത്ത പോലെ എനിക്ക് ആരും ഫീൽ ചെയ്യാം. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഇട്ടപ്പോഴത്തേന് എന്തോ എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പൊ എനിക്കത് പൊട്ടത്തരായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ചാവ എണീക്കുന്ന സമയത്ത് എന്തോ രൂപം പോലെ നമുക്ക് തോന്നുമല്ലോ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ. അപ്പൊ അവിടെ എന്തോ കണ്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അനിയത്തി അവളെ രാത്രി അവളെന്തോ അവൾ സ്വപ്നം കണ്ടു വന്നത്. അവള് കൈ ചൂണ്ടി ആ ഭാഗത്തോട്ട് എന്നെ കൈ ചൂണ്ടി നിന്ന് സംസാരിച്ചോണ്ട് എന്തോ പറഞ്ഞിട്ട് അവള് കിടന്നു ഉറങ്ങി. ഞാൻ അവളെ നോക്കി ഇതും നോക്കി. പിന്നെ എന്റെ നാവുമില്ല. ചെറുതായിട്ട് അനിയത്തി എന്തിനാ പെണീച്ചേ? എനിക്കറിയില്ല. അവളെന്തൊക്കെയോ പറഞ്ഞിട്ട് പേടിപ്പിച്ചു. അപ്പൊ ഞാൻ
ഇവളെന്തിനാ ഇപ്പൊ എണീറ്റ് അവക്കത് ഓർമ്മയില്ല. പിറ്റേ ദിവസം അവളോട് ചോദിച്ചപ്പോൾ അവക്കത് ഓർമ്മയില്ല. അവൾ എണീറ്റിരുന്നിട്ട് ആ ഭാഗത്തൊക്കെ എന്തോ വർത്താനം ഇങ്ങനെ പറയുന്നു, കണ്ണടച്ചെന്നെ എന്തോ വർത്താനം പറയുന്നു, അങ്ങനെയും കിടന്നു കുറയും. ഇത് സ്വപ്നം രണ്ടാളും കണ്ടത് മേ ബി ഒന്നായിരിക്കും. എന്തോ അത് കഴിഞ്ഞപ്പോ പിന്നെ നാവ് തലിക്കുന്നില്ല. എനിക്ക് ഭയങ്കര പേടിച്ചു പോയി. ഉറക്കത്ത് നമ്മൾ പേടിച്ചിട്ട് എന്തെങ്കിലും പിന്നെ ഒച്ച വരില്ല, സ്പീഡ് വരില്ല, ഒന്നുമില്ല. അല്ല എനിക്ക് ഈ പറഞ്ഞ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. സംഭവം എന്താ വെച്ചാല് ഒന്നാമതേ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഉള്ള സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ചിന്തിക്കും. ഒരു റൂമിൽ പോയി ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും കിടക്കേണ്ടി വരുമ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ സേഫ് ആണോ, എല്ലാവരും കയറി വരുമോ, നമുക്ക് ഉപദ്രവിക്കാൻ വരാം, അങ്ങനെ കള്ളന്മാർ അങ്ങനത്തെ കാര്യമല്ലാതെ പ്രേതം ഇരുട്ട് ഈ സാധനം നമ്മൾ ചിന്തിക്കുന്നേ. ഇരുട്ടാ ഇഷ്ടം, എനിക്ക് ഇത്തിരി വെട്ടമില്ലാണെന്ന് ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മള് എങ്ങനെ അല്ല അത് വലിയൊരു ബുദ്ധിമുട്ട്. എനിക്കിപ്പോ റൂമിലെ അത് സത്യമാണ്. അത് മാത്രമാണ് ഞാൻ ഇത്ര വർഷം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ലൈറ്റ് ഇടണം ഇച്ചിരി. എനിക്ക് ലൈറ്റ് മറ്റേ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി അതാണ്. ഏട്ടാ ആ റൂമിൽ അങ്ങനെയുണ്ട്, ഈ റൂമിൽ അങ്ങനെയുണ്ട്, എന്തുണ്ടെന്ന്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവള് ഇപ്പം നമ്മൾ ഉറങ്ങുന്നത് സാധനം ഉറങ്ങണം, നമ്മള് ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ അല്ല വെള്ളം കുടിക്കാൻ അങ്ങനെ എഴുന്നേക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ചോദിക്കാതെ അവിടെ ഓൾറെഡി പേടിക്കാനായിട്ട് അങ്ങനെ പേടിക്കാനായിട്ട് അവൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വളരെ ശബ്ദമില്ലാതെ പോളൂ. കാരണം ഒരു ശബ്ദം കേട്ട അവള് പേടിച്ചുകൊണ്ടേ അവള് ഞെട്ടി എഴുന്നേക്കുള്ളൂ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അടുത്ത് ആള് ഓൾറെഡി നമ്മൾ റൂമിലാണെന്നൊക്കെ അറിയുന്നതുകൊണ്ട് ഇപ്പം നോർമലി അങ്ങനെ രണ്ടുപേരുണ്ടെങ്കിൽ എണീറ്റ് വന്ന് അങ്ങനെയല്ല നോക്കുന്നില്ല. അങ്ങനെയല്ല അവള് ഞെട്ടി ആരാ അങ്ങനെ. അപ്പൊ ആ ഒരു പേടി ഓൾറെഡി കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലാതെ പേടിയോട് കൂടി സമീപിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ മറന്നു അതല്ല ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ കഴുത്തിൽ കുത്തി പിടിച്ച പോലെ നമുക്ക് അനങ്ങാൻ പറ്റാത്ത അതൊരു ഇതാണ് സംഭവം. അത് ഓൾറെഡി അല്ല അത് അതിന്റെ പേര് ഞാൻ പറഞ്ഞു. അത് പറയാം. ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ഉറക്കത്തിലാണ് കൂടുതൽ കഥകൾ നടക്കുന്നത്. ഉറക്കവുമായി ബന്ധപ്പെട്ട അതായത് ഇപ്പൊ ഉറങ്ങുമ്പോ എല്ലാരും റിയാക്ഷൻ ഉണ്ടാവും. ഉറങ്ങുമ്പോ ഉറക്കത്തിൽ എണീച്ച് നടക്കുവോ? അല്ലല്ലോ ഫേസിൽ എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടാവോ? നമുക്കറിയില്ല. ഉറങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നത് പൊതുവെ നമ്മളിങ്ങനെയാണ്. പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ സംസാരിച്ചത്, അതിന് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ആ എക്സ്പ്രഷൻ അവളുടെ ഫേസിൽ രാവിലെ എഴുന്നേക്കുന്നവരെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ദേഷ്യം പിടിച്ച് ഞാൻ കിടക്കുമെന്ന് കുറുമ്പ് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും അവളുടെ ഫേസ് രാവിലെ വരെ. അത് നമ്മളിടയ്ക്ക് ഞാൻ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് നോക്കുമ്പോണ്ടോ ഇങ്ങനെയായിരിക്കും ഉറങ്ങുന്നത്. ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. പിന്നെ നമ്മൾ തമാശ ഒന്ന് പോയിട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ച് എനിക്ക് വയ്യെന്ന് കുറിച്ചിട്ട് അങ്ങനെയായിരിക്കും രാവിലെ വരെ ഉറങ്ങുന്നത്. അങ്ങനെ എന്താണോ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ ആ വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അവളുടെ എക്സ്പ്രഷൻ ഉണ്ടാവും ഫേസിൽ. അത് ഞാൻ ഇവൾക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ സീരിയസിൽ ഞാനിത് വിശ്വസിച്ചിട്ടില്ല. ഞാൻ പിന്നെ അവസാനം വീഡിയോ എടുത്തിട്ട് എനിക്ക് അല്ലല്ല അത് നോർമലി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കുറുമ്പ് പിടിച്ച എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഫേസിൽ അത് അങ്ങനെ തന്നെയാണ് ഓർമ്മ. രാവിലെ എണീക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവുമോ? ആദ്യം കല്യാണം കഴിച്ച് വന്ന ഉടനെ ഓർമ്മ ഉണ്ടാവുമായിരുന്നു. അതെ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കൊക്കെ കൂടി കഴിഞ്ഞാല് ഞാൻ വല്ലപ്പോഴും ഒക്കെ വളരെ അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഒരാളേ അല്ല ഞാൻ, അല്ലേ? അപ്പൊ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച പലപ്പോഴും അപ്പൊ ഇവർക്ക് കുറുമ്പ് 2 ദിവസം 3 ദിവസം ഒക്കെ ഉണ്ടാവും. എനിക്കിത് ഇഷ്ടമല്ലാതെ എനിക്കിത് ഓർമ്മയുണ്ടാവില്ല. നമ്മളിത് പറഞ്ഞു എനിക്കത് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 മിനിറ്റ് ഓർമ്മയുണ്ടാവില്ല. എന്തിനാ മിണ്ടാ നടക്കാൻ മാത്രം കാര്യം? ഓ അങ്ങനെ അപ്പൊ അങ്ങനെ കുറഞ്ഞു. 3 ദിവസം 2 ദിവസമായി, പിന്നെ 1 ദിവസമായി, പിന്നെ അര ദിവസമായി, ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവില്ലേ? നീയല്ലേ ഇപ്പൊ എന്നോട് വേണമെങ്കിൽ പോയത് സ്ഥിരമായി. സോറി പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്റെ ഇടയില്. സോറി ഞാൻ തന്നെയായിരുന്നു ആദ്യം പറയാറ്. അങ്ങനെ പുറകെ നടന്നിട്ടൊന്നുമല്ല. എങ്ങനെ പുറകെ നടന്നിട്ടൊന്നുമല്ല ഞാൻ സോറി എന്ന് പറയാ. ആരോടും പറയണ്ട, കാല് പിടിച്ചിട്ട് സോറി ലേലുവല്ലോ ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൊണ്ടുപോയ സിനിമ വെറുതെ അല്ല ഭാര്യ, വെറുതെ ഒരു ഭാര്യ അതായിരുന്നോ? അപ്പൊ എന്തിനാ അങ്ങനെ അത് തെരഞ്ഞെടുത്ത് പോയതാണോ കല്യാണം കഴിഞ്ഞ ഉടനെ? അത് വേറെ പടങ്ങളൊക്കെ കളിക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ അതിന് പോകണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം ചില കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയാന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ മനസ്സിലാക്കാൻ പറ്റിയ 2-3 മാസമൊക്കെ ഇല്ലേ? അല്ല, ഉടനെ തന്നെ അടുത്ത മാസം
അടുത്ത മാസമാണ്. അപ്പൊ ഒരു ഒരു മാസം കൊണ്ട് കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്തൊക്കെ മനസ്സിലാക്കി ആ ഒരു സമയത്ത്? എന്തായിരുന്നു റീസൺ മെയിൻ ആയിട്ട്? ഇവളെ ഇതൊക്കെ കാണിച്ച ഇവള് ശരിയാവുന്നാണോ അതോ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് കാണിക്കാനാണോ? വേറെ പടത്തിനല്ലേ ഇവള് സെലക്ട് ചെയ്തല്ലേ? വെറുതെ അല്ല ഭാര്യയുടെ സെക്കൻഡ് പാർട്ട് അല്ലായിരുന്നു. വെറുതെ ഒരു ഭാര്യ, വെറുതെ ഒരു ഭാര്യയുടെ സെക്കൻഡ് പാർട്ടാണ്. വെറുതെ അല്ല ഭാര്യയായിരുന്നു രണ്ടാമത്. വെറുതെ അല്ല ഭാര്യയാണ്. ഞാൻ പറഞ്ഞില്ല വളരെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വെറുതെ അല്ല ഭാര്യ. അപ്പൊ മനസ്സിലായി കാണിക്കാൻ വേണ്ടി. ഓക്കെ, വെറുതെ അല്ല ഭാര്യയുടെ പവർ ആസ് എ ഭാര്യ എങ്ങനെയുണ്ട്? സീരിയസ് ആയിട്ട് പറയണോ തമാശയായിട്ട് പറയണോ? സീരിയസ് ആയിട്ട് കള്ളം പറ. അതൊക്കെ ടാസ്ക്. ഞാൻ സത്യം പറയാം, വളരെ നല്ല ഭാര്യയാണ്. അതുകൊണ്ട് എന്തിനു ബാക്കി വെക്കണം? കുറുമ്പ് കുറച്ച് കൂടുതലാണ്. പക്ഷെ ആള് ഭയങ്കര ഡീസന്റ് ആണ്. ആള് പാവാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പക്ഷേ ഭയങ്കര കുറുമ്പ. അങ്ങോട്ട് വളർന്നാണ് അങ്ങോട്ട് പോകും. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എടീ നീ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യണം, മനസ്സിലായി? പുള്ളിയുടെ ഈ പെർഫെക്ഷനിസ്റ്റ് ആണോ ഭയങ്കര. എന്ത് കാര്യവും ആ രീതിയിൽ പോയി ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ അത് നന്നാവുള്ളൂ. എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടാവും. അപ്പൊ എന്നെ ഇങ്ങനെ തത്തമ്മ പൂച്ച പൂച്ച വലുത് പഠിപ്പിക്കും. അങ്ങനെ പറയണോ? ഞാൻ വോയിസ് അയക്കും, ചിന്നു ഇങ്ങനെ പറയാനാണോ ഞാൻ സത്യമാണോ? ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ അവള് ഞാൻ പറയുന്ന പോലെ ഉൾക്കൊണ്ട് പറയാം എന്താന്ന് എനിക്കറിയാം. പക്ഷെ അവള് പറയുന്ന ഈ ഗ്രാമറ്റിക്കൽ അത് മാറിപ്പോകും. ടോണല്ല അവള് പറയുന്ന കാര്യത്തിന്റെ ഉദ്ദേശമല്ല, ആ സെന്റൻസിന്റെ സംഭവം മാറിപ്പോകും. ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാല് അപ്പൊ അതിന്റെ അർത്ഥം ടോട്ടലി മാറിപ്പോകും. ഞാൻ പറഞ്ഞ അല്ല അതങ്ങനെ പറയുമ്പോ അത് ചെറിയ വേർഡല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഒരു ചെറിയ വേർഡാണെങ്കിൽ അതിനർത്ഥം അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ അത് പ്രശ്നം ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവള് സമ്മതിച്ചില്ല. ഓ പിന്നെ ആ ഒന്നൊരു പ്രശ്നമൊന്നുമില്ല, ഇത് പ്രശ്നമില്ല, അത് അങ്ങനെ സംഭവിച്ചില്ലേ, അത് വലിയ കാര്യം. എനിക്കൊന്നും എല്ലാ സ്ത്രീകൾ പൊതുവെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ? ചെറുതായിട്ട് നമ്മളെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഞാനൊരു കാര്യം ഈ പറഞ്ഞ പോലെ എന്താ തോന്നാറങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത്? ഞാൻ ഏതോ സ്കൂളിൽ പോയി പഠിച്ചിട്ട് അവിടുന്ന് പരീക്ഷ എഴുതി പാസ്, ഞാൻ തോറ്റുപോയൊരവസ്ഥ എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തന്ന് വിട്ടിട്ട് അവിടെ പോയിട്ട് കയ്യിൽ നിന്ന് പോയി തിരിച്ചു വന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ. ഓക്കെ, തിരിച്ച് ഇപ്പം പ്രൊഫഷണലി വരുന്ന സമയത്ത് സൗപർണികയാണ് കുറച്ചുകൂടെ സീനിയർ. ആ ഒരു അത്രയും ചെറിയ പ്രായത്തിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ സൗപർണിക എന്തെങ്കിലും ഉപദേശങ്ങൾ തരാറുണ്ടോ? ആക്ടിങ് ഈ പ്രൊഫഷൻ ഈ ഫീൽഡിലേക്ക് ഉള്ള സമയത്ത് അവള് തരാറില്ല, പക്ഷെ അവളോട് ചോദിക്കാറുണ്ട്. എന്താണ് എന്തായാലും എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി വരും. അവളായിട്ട് അത് പറഞ്ഞു തരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ അവൾ ടൈപ്പാണ്. അപ്പൊ അവള് എടി അത് നീ പറയുന്നത് നിനക്കല്ലേ ഇത്ര കാര്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു കൊടുക്കാത്ത അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ സീരിയൽ അഭിനയിക്കുന്ന ഒരു ടൈപ്പ് സംഭവം. ഇപ്പോഴത്തെ സിനിമ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. സീരിയലും സിനിമയും തമ്മിൽ ആ ആക്ടിംഗ് വൈസ് കുറെ വ്യത്യാസങ്ങളുണ്ട്. അതിലിപ്പോ അത് വെച്ചാൽ നമ്മൾ ടൈം, കാരണം ഈ എപ്പിസോഡ് കൊടുക്കേണ്ടത് കൊണ്ട് അവർക്ക് അങ്ങനെ പെർഫെക്ഷൻ നോക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് പടപടയെ നമുക്ക് സീൻസ് എടുത്ത് കൊടുക്കേണ്ടി വരും, ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇത് സിനിമ അങ്ങനെയല്ലോ, നമുക്ക് ടൈം എടുത്ത് ഓരോ റിയാക്ഷനും പക്ക കറക്റ്റ് ആക്കി അങ്ങനെയാണല്ലോ പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിങ് നീ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ ഇതാക്കും. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അറിയാം, ഭയങ്കരമായിട്ട് കാണും, ഒരുപാട് മൂവീസ് കാണുന്ന എക്സ്പീരിയൻസ് ആണ്. ഞാൻ എല്ലാ ഭാഷയിലും എല്ലാ പടങ്ങളും കാണും, എല്ലാ ജോണറും കാണും. എല്ലാ ജോണറും കാണും, എല്ലാ ഭാഷയിലുള്ള അങ്ങനെ എല്ലാം കാണും. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിംസ് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കുറെ എൻ്റെ ഒരു ആരാധന ആയതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. സീരിയലിനെ സംബന്ധിച്ചോളം എന്താ എനിക്ക് തോന്നിച്ചാൽ അതൊരു അങ്ങനെ ഒരു ബിസിനസ് ആണ്. സീരിയൽ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എപ്പോഴും കൂടുതൽ ട്രോള് കിട്ടുന്ന ഒരു ഏരിയ ആണ്. കാരണം ഓവർ ആക്ടിങ്ങിന്റെ പേരിൽ, ഈ നീണ്ടു പോകുന്നതിന്റെ പേരിൽ ഇന്ന് ഗർഭിണിയായ അടുത്ത വർഷം മീൻസ് അങ്ങനെയാണ് ആ ഒരു ഗർഭകാലമൊക്കെ പോകുക. അപ്പം അതിൽ ഈ ഓവർ ആക്ടിങ്ങിനെ കുറിച്ച് അപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, സീരിയലിന് അങ്ങനത്തെ ഒരു ആക്ടിങ് ആണ് വേണ്ടത്. മറ്റേ സുശീലേ ടൻ 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 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് സാധനം. അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം കാണുമ്പോ എന്ത് തോന്നും? പഴയത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയി, കുറച്ചും കൂടെ ഇതായല്ലോ. പക്ഷെ പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ എന്തോ ഞാൻ കാണിച്ചു വെച്ചത് എന്നൊക്കെ ഞാൻ ചില എപ്പിസോഡ് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. പക്ഷെ അന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അതിനെ പറ്റി ഒരു കാര്യം പറയണം. അതായത് ഈ സീരിയലുള്ള ആളുകളെ ഇപ്പൊ എല്ലാവരും ട്രോളെന്നൊക്കെ ഉണ്ട്. ഈ സീരിയൽ ആളുകൾ കഴിവില്ലായിട്ടോ അല്ല ഡയറക്ടേഴ്സിന് കഴിവില്ലായിട്ടോ ഡയറക്ടർക്ക് കഴിവില്ലായിട്ടോ ഒന്നുമല്ല. ആ ബിസിനസ് അതായത് നേരത്തെ പറഞ്ഞു, ആ ബിസിനസ് അങ്ങനെയാണ്. അതായത് ഒരു ദിവസം അവർക്ക് ഇത്ര എപ്പിസോഡ്സ് എടുത്തേ പറ്റൂ. ആ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ ഇത്ര എപ്പിസോഡ്സ് കൊടുത്തേ പറ്റും. അങ്ങനെയാണ് പ്രൊഡ്യൂസർക്ക് അത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ടൈം വലിയൊരു സംഭവമാണ് അവിടെ. അതായത് ഇപ്പോൾ എനിക്കറിയാം ഇവരൊക്കെ പലരും ഈ സ്ക്രിപ്റ്റ് ഒക്കെ അന്ന് രാവിലെയാണ് എത്തുന്നത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അപ്പം ആലോചിക്കണം, 2-3 സീരിയലിലായിരിക്കും ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്നത്. അപ്പോൾ അയാൾ കഴിവുള്ള ആളാണെന്ന് ആലോചിക്കണം. കാരണം ഒന്നുമില്ലെങ്കിൽ ഈ ഡയലോഗ് എല്ലാം 2-3 സീരിയൽ ഒന്ന് എഴുതി അടുത്തെഴുതി വാട്സപ്പിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും സമയം എടുത്ത് ചിലപ്പോൾ 2-3 വർഷം കൊണ്ടൊക്കെയാണ് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറായി നല്ല സമയം എടുത്ത് ഡിസ്കസ് ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതിനുള്ള സമയമില്ല
ഇല്ലാത്തത് കൊണ്ടാണ്, ഈ ഹറിബറി ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പാറ്റേൺ ഇവർ പിടിച്ചു പോകുന്നത്. കാരണം ആ പാറ്റേൺ പിടിച്ച് പോയിട്ടില്ലെങ്കിൽ അത് നടക്കില്ല. ഇപ്പം നമ്മൾ ഡയറക്ടർ പറയാം നമുക്ക് ഒന്നുകൂടെ വേറെ ഒരു മൂഡിൽ എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2 മണിക്കൂർ പോയാൽ പിന്നെ ഇവർക്ക് ആ സീൻസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ നല്ല ഡയറക്ടർ ശരിക്കും സീരിയലിൽ നിന്ന് പുറകോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് എടുത്ത് കൊടുക്കാൻ കഴിയുന്ന ഡയറക്ടർ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. മറ്റവർക്ക് കഴിവില്ലെന്ന് അവരും പറയില്ല, ആരും പറയില്ല. ബിസിനസ് വൈസ് നോക്കുമ്പോൾ അങ്ങനെ ബിസിനസിന്റെ ഏതാണല്ലോ നിലനിൽക്കണമെങ്കിൽ എല്ലാം ഒരു കൊമേഴ്ഷ്യൽ. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ പക്ഷെ എങ്കിലും ആളുകൾക്ക് അത് അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവർ പറയുന്നു. പക്ഷെ ചില സീരിയൽസിന് ആരാധകരുണ്ട്, ചില സീരിയൽസിന് അങ്ങനെ പറയുന്നു. സീരിയലിൽ നമ്മളെ ഹിറ്റ് ആവുന്ന കഥാപാത്രങ്ങളുടെ പേരിലാണ് നമ്മൾ പൊതുവെ അറിയപ്പെടാറ്. ഇപ്പം ദീപ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് സന്തോഷവും തരാറുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രത്യേകിച്ച് ഒരു ഗ്രേ ഷെയ്ഡൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പണിയും കിട്ടാറുണ്ട്. അങ്ങനെ വല്ല പണിയും കിട്ടിയിട്ടുണ്ട്? പണിയൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. മന്ത്രകോടി സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ എറിയാൻ പോകുന്നവർക്ക് ദേഷ്യം കാണിക്കുന്നത് ചെറിയ ആ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര ജീവനായിരുന്നു. പക്ഷെ ശരിക്കും സീരിയലിൽ കഴിയുമ്പോൾ നമുക്ക് ഇത് അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ ഇതിനെ എറിയാൻ പോകുന്ന കാണിക്കുമ്പോഴേ ഇതിനെ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ടാവും. എങ്ങാനും കയ്യിൽ നിന്ന് വഴി പോലെ ഭഗവാനെ നമ്മൾ പേടിച്ചിട്ടായി. അപ്പൊ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും അമ്മയും കൂടെ ഇങ്ങനെ വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചേച്ചി ഓടി വന്നിട്ട് പിടിച്ച് ഇങ്ങനെ നിർത്തിട്ട് ഒരൊറ്റ പിടിച്ച് എന്തിനാ തല്ലണമെന്നുള്ള രീതിയിലായി. കൊച്ചിന് നീ എറിയോ നോക്കി, എനിക്ക് സമയമില്ല, എന്റെ ബസ് പോകും, ഒരൊറ്റ പോകും. ഞാൻ ഒരു ദൈവമേ ഇല്ലായിരുന്നു ഇങ്ങനെ തല്ലി കൊന്നല്ലോ, ബസ് രക്ഷകനായത് ആ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിലർ ആ സമയത്ത് ശരിക്കും ഇങ്ങനെ ചിലരുടെ മനസ്സിൽ കഥാപാത്രങ്ങളായിരുന്നു. ഇപ്പം പിന്നെ കുറേ സീരിയൽസ് വന്ന് അതൊന്നും വലിയ വിഷയമല്ലാതായി മാറിയിട്ടുണ്ട്. സിനിമയിലായിരുന്നു സ്റ്റാർട്ടിങ്. ആ ഒരു എനിക്കൊന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പം അന്ന് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് പിന്നെ സീരിയലിലേക്ക് മാറി. പിന്നെ കണ്ടിന്യൂസ്ലി സീരിയൽ തന്നെയായിരുന്നു. സിനിമയിലേക്ക് തിരിച്ചു പോകണമെന്നോ അങ്ങനെ ഒരു തോന്നിയിട്ടില്ലേ? ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. സിനിമകൾ വന്നിട്ടുള്ളതാണ്. അപ്പം എനിക്ക് ഏറ്റവും വലിയ വിഷമം ചെയ്യാൻ പറ്റാത്തത് ചോട്ടാ മുംബൈ മൂവിയിൽ ലാലേട്ടന്റെ ചെറിയ സിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടർ വിളിച്ചതായിരുന്നു. ഞാൻ എന്നെ അന്ന് ചെന്ന് കണ്ടു, ഫിക്സ് ചെയ്തു. ഡേറ്റ് ആയിരുന്ന സമയത്ത് വിളിച്ചപ്പോൾ ഞാൻ മിന്നുകെട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ എന്തോ ഒരു മാരേജിന്റെ അങ്ങനെ എന്തോ ഒരു ഭയങ്കര സീൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും വേണ്ടതാണ്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണ്. നമുക്ക് അത്രയും ഒരു വലിയൊരു മൂവിയുടെ ഒരു ഭാഗമാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം. ബിഗ് ബിയിലും ആ സമയത്ത് പോയി കാണാം. അത് രണ്ടിലും ഇപ്പൊ ഒന്നിൽ ചിലപ്പോ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ അതിലും ആ ഒരു ക്യാരക്ടർ രണ്ടും ഒരേ ടൈമിലായിരുന്നു. എനിക്കതങ്ങ് നമ്മൾ ആ സമയത്ത് വന്ന് തുടങ്ങിയൊരു ടൈമാണല്ലോ. എൻ്റെ ഒരു 3ാമത്തെ സീരിയലായിരുന്നു മിന്നുകെട്ട്. അപ്പം നമ്മൾ ഒരിടത്ത് നമ്മളൊരു കമ്മിറ്റ് ചെയ്തൊരു, നമുക്ക് വേണമെങ്കിൽ സീരിയൽ വേണ്ടാന്നുകൊണ്ട് കളഞ്ഞു. പക്ഷെ നമ്മൾ സംഭവം കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു ഭാഗമാകുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ട് പോകാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വേണ്ട ഞാൻ നിർത്തുകയാണ്, എനിക്ക് സിനിമ കിട്ടി പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഇത് വലിയ വിഷമമായിട്ട് മനസ്സിലുണ്ട്. സിനിമകൾ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആണോ? ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 മൂവി ചെയ്ത് വെച്ചിട്ടുണ്ട് റിലീസ് ആവാനായിട്ട്. കാരണം സീരിയൽ ഡേറ്റ് നമ്മൾ ഷെഡ്യൂൾ ഇപ്പോൾ വരുന്നത് 1 മുതൽ 15 വരെ അല്ലെങ്കിൽ 15 മുതൽ 30 വരെ ഈ ഒരു ഷെഡ്യൂളിലായിരിക്കും. അപ്പൊ ഈ ടൈമിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വേറെ സീരിയൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഇവരുടെ ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡേറ്റ് വെക്കുക. അപ്പൊ ആ ടൈമിൽ മൂവിക്ക് എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്ക് ഒരു മൂവി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 12 ദിവസം അടുപ്പിച്ച് ഡേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിമുകുന്ദന്റെ ഒരു മൂവി വിളിച്ചിട്ടുണ്ടായി സിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പൊ അതിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉണ്ണിമുകുന്ദന്റെ സിസ്റ്റർ ആയിട്ടൊരു മൂവി ഇപ്പൊ ഇടയ്ക്ക് വിളിച്ചിരുന്നു. അപ്പൊ അതിനും 12 ദിവസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് സീരിയല് കാരണം. അപ്പൊ അതൊരു സങ്കടം വരുന്നുണ്ട്. നമ്മള് സിനിമ ഇപ്പൊ എല്ലാരും ഈ അമ്മമാരൊക്കെ കൂടുതലും നമ്മളെ സീരിയല് കണ്ടിട്ടാണ് നമ്മളെ കുടുംബ പ്രേക്ഷകർക്ക്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. എവിടെ ചെന്നാലും തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എന്തായാലും ഉണ്ട്. പിന്നെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു കുടുംബം തന്നെയാണ് സീരിയലിലുള്ളത്. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം സുഭാഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇപ്പം നാളെ അല്ലെ പടം ഇറങ്ങാൻ പോകുന്നത് കുട്ടന്റെ ഷിനിഗാമി. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷകൾ ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ അപ്പ് ചെയ്യുമ്പോഴേക്ക് എന്തായാലും പടം ഇറങ്ങിയിട്ടുണ്ടാവും, ഹിറ്റ് ആയിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ടെൻഷനുണ്ട്, അങ്ങനെ ടെൻഷൻ അല്ല, എന്നാലും ഒരു ഭയം. റിവ്യൂ ഉണ്ടോ? കണ്ടില്ല. എങ്ങനെയുണ്ട് സ്വന്തം അഭിനയം വിലയിരുത്തുമ്പോ? അതെന്നാലും നമ്മൾ അഭിനയിക്കുന്നത് കാണുമ്പോ അവിടെ കുറച്ചുകൂടെ ശരിയാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇത് കൊള്ളാം ശരിയാക്കാമായിരുന്നു. എന്തെന്നറിയോ, ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, സത്യമാണോന്ന് അറിയില്ല. ഇപ്പൊ ആദ്യമായിട്ട് ആക്ട് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരിപ്പോ ഒരു ആക്ട് ചെയ്ത് കാണിച്ച് എല്ലാം സ്ക്രീനിൽ വന്ന് വിചാരിക്കാം അവരുടെ പൊട്ടൻഷ്യൽ ശരിക്കും അതായിരിക്കില്ല. കാരണം വെച്ചാൽ ആ ടെൻഷൻ, ആ ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത അങ്ങനെയല്ല എന്ന് വെച്ചാൽ കംഫർട്ട് എന്ന് വെച്ചാൽ വലിയ വലിയ ആളുകളാണല്ലോ, അവരൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ കഴിവിനെയും അടിച്ച് താഴ്ത്തുന്ന ഒരു സാധനമാണ് അല്ലേ.
തീർച്ചയായിട്ടും. അപ്പം അത് നല്ലോണം ഉണ്ട്. അപ്പോൾ ഡയറക്ടർ അവരൊക്കെ നമുക്ക് അത്ര പരിചയമുള്ള ആളുകളല്ലേ ഇവരൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കമ്പനി വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കംഫർട്ടബിൾ ആയി വരും. ആദ്യം നമ്മൾ വരുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ, ആർക്കും പരിചയമില്ലാത്ത ആളുകൾ, വലിയ ആളുകൾ, നമ്മളിങ്ങനെ ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ ലെവൽ എത്ര കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇപ്പം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ കാണിക്കുന്ന ഭയങ്കര പെർഫോം ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നന്നായി പ്രസംഗിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക, ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ നന്നായി സംസാരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു സ്റ്റേജിലേക്ക് കയറ്റി വിട്ടാൽ മറ്റേ മമ്മൂക്ക മറ്റേ പ്രസംഗിച്ച പോലെ അതുപോലെ പോകും ശരിക്കും. അപ്പൊ ആ ഒരു സംഭവം ഇപ്പൊ തന്നെ ഇവിടെ നിങ്ങൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലേ അവിടെ ജാഫർക്കയുടെ? അതേ പറയാം. ജാഫർക്ക ഒക്കെ എന്ന് വെച്ചാൽ ഇന്ദ്രസേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ മൂവി. അപ്പോൾ അവരൊക്കെ കംഫർട്ടബിൾ ആകാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ നോട്ടോ വാക്കോ വന്നാൽ നമ്മൾ പത്രിക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സീനിയർ ആക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവരെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എന്നോട് വലിയ സ്നേഹമാണ് പുള്ളിക്ക് എല്ലാവർക്കും. അത് എന്നാലും നമുക്കൊരു ബഹുമാന സ്നേഹം ഉണ്ട് അവരോട്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ സ്ക്രീനിലൊക്കെ നമുക്കൊരു ആരാധന ഇതൊക്കെ കൂടെ അങ്ങോട്ട് വരും ഒരു ഫ്രണ്ടിൽ നിൽക്കുമ്പോഴേ. അപ്പോൾ ഞാനിങ്ങനെ പുള്ളി അടിക്കുന്ന ഒരു സീനുണ്ട്, പുള്ളിയെ അടിക്കുന്നു, ഞാൻ തിരിച്ച് പുള്ളി അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നണം. അപ്പം അടിച്ചോ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അടിക്കാൻ കൈ പൊങ്ങില്ല. അപ്പൊ ഞാൻ അടിക്കാൻ വന്നപ്പോ ഇങ്ങനെ പുള്ളി എന്നാവനത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേക്ക മോനെ നീ പേടിക്കണ്ട ഒരുപാടാ പുള്ളി പറഞ്ഞു. എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറാണ്, വേറെ നോക്കണ്ട. സൗണ്ടും ശരിയാവില്ല. ഞാൻ ചുമ്മാ പുള്ളിയുടെ ശബ്ദം അത് ഞാൻ പറഞ്ഞല്ലേ ശരിയാണ്. അതുകൊണ്ട് പറയാം. പുള്ളി പറയാം എന്റെ മുന്നിലാണെങ്കിൽ അമിതാഭ്യനാണെങ്കിലും വലിയ ഞാൻ ചവിട്ടും, അങ്ങനെ വേണം ക്യാരക്ടർ ആട്ടാ ഒന്നും കുഴപ്പമില്ലടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനെന്താ വെച്ചപ്പോ ഞാനും എനിക്ക് ഉള്ളുകൊണ്ടൊന്ന് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി. പിന്നെ പുള്ളി വേറെ ടൈമിൽ നോക്കിയോ അടിക്കുകയാണെങ്കിൽ ഞാൻ കൊള്ളും, അതെന്റെ ഞാൻ ആക്ടർ ആണെങ്കിൽ നീ അടിക്കുന്ന കൊള്ളേണ്ട എന്റെ കടമയാണ്, അതുകൊണ്ട് നീ അടിച്ചോ, റിയലിസ്റ്റിക് ആവണം, അത്രേ ഉള്ളൂ. ഞാൻ അടിക്കുകയാണെങ്കിൽ നിന്റെ ടൈമിൽ തെറ്റിയാലും നിനക്കും കൊള്ളും, അതുപോലെ എന്റെ ടൈമിൽ തെറ്റി എനിക്കും കൊള്ളും, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ല? അങ്ങനെ ഡയലോഗ് അടിക്കുന്ന ഒരു സംഭവമില്ലായിരുന്നു ഇതേപോലെ. അതുപോലെ ഈ ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു ഭയങ്കര രസമാണ്. ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ അവരെന്ത് സംസാരിച്ചു, അവർക്കിതൊരു ഈസി ജോബാണ്. നമ്മളാണ് ഈ സ്ക്രിപ്റ്റ് വന്നില്ലേ ഞാൻ ടെൻഷൻ. അവർക്കില്ല, അവിടെ താമസൊക്കെ പറഞ്ഞ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇന്ദ്രസേട്ടനൊക്കെ എനിക്ക് ശ്രീധരനും എനിക്കും ഇന്ദ്രസേട്ടനും ജാഫർ ഇവരെല്ലാവരും കൂടെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരുന്ന കാര്യം ഇരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് ഇവർ വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വായിക്കും, പിന്നെ ഒരു തമാശ പറയും, അങ്ങനെ പറയും, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നോക്കും, പിന്നെ വന്നല്ലോ. അപ്പം ഞാൻ ആര് വന്നു അല്ല പിന്നെ ഞാൻ ഡയലോഗ് പറഞ്ഞു. ഇവര് ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യും ഇത് പറയുമ്പോഴേ. അപ്പം നമുക്ക് ഭയങ്കര രസം. അവരിങ്ങനെ പറഞ്ഞ് ഇംപ്രവൈസ് ചെയ്ത്. അപ്പൊ ശ്രീധരൻ പറയും ഞാനത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ പുള്ളി എങ്ങനെ അവര് ധാരണ. അപ്പൊ നമ്മളെ അതിന്റെ കൊടുത്ത് പിടിച്ചു കൂട്ടിയിട്ട് അവരും പറഞ്ഞു എടാ നീ ഇങ്ങനെ പറ, അല്ലെ നീ ഇങ്ങനെ പറഞ്ഞു ഇത്ര മതി അതേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാൾ വരുമ്പോ ഇവനാണോ പുതിയ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല, വേറെ ഒന്നും പറയണ്ട, ഇവനാണ് ഡയലോഗ് മര്യാദയൊക്കെ പറയുമല്ലോ അല്ലേ, അങ്ങനെ ചോദിച്ചാൽ കഴിഞ്ഞില്ലേ, കോൺഫിഡൻസ് എല്ലാം പോകും. അപ്പം ഞാൻ പറയുന്നത് പുതിയ ആക്ടേഴ്സ് പിന്നീട് എനിക്കൊന്നും ഇപ്പൊ എല്ലാ ആക്ടേഴ്സും ആദ്യം ഉണ്ടല്ലോ, ഈ മമ്മൂക്ക വരെ ഫസ്റ്റ് പടത്തിൽ അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എനിക്കൊന്നും അതും അതായിരിക്കാം, ഫസ്റ്റുള്ള ടെൻഷൻ കൊണ്ടായിരിക്കാം വരാത്തതെന്ന്. അപ്പൊ ഇപ്പൊ ചോദിച്ചതിന് ഇത്രയും വലുതാക്കി പറയണമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. അപ്പൊ എനിക്ക് തോന്നി കണ്ടപ്പോ ഡബ് ചെയ്യാൻ തോന്നിയപ്പോ അയ്യോ അത് കുറച്ചുകൂടെ ശരിയാക്കാമായിരുന്നല്ലോ, അങ്ങനെ ആക്കാമായിരുന്നു. പക്ഷെ ഇവരെ സംബന്ധിച്ചുള്ള ഇവർക്കും അറിയില്ല നമുക്ക് ഇതിൽ കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയുമെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. നമ്മുടെ ആംബിയർ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും അല്ലെ. അപ്പൊ അവര് ഓക്കെ ആണ്, ഓക്കെ, പക്ഷെ ഇതിൽ നന്നാക്കാമോ എന്ന് അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ ഓക്കെ പറയും. ഓക്കെ ആണെങ്കിൽ ഓക്കെ ഡയറക്ടർ പറയുമല്ലോ. അപ്പൊ അത് പിന്നെ കുറെ മൂവീസിലൂടെ നമുക്ക് ആയി വരുന്ന ഒരു സാധനം തോന്നുന്നു. ഇനി കുറെ പടങ്ങൾ വരുമ്പോ സെറ്റാണ് കാണുമ്പോ ഞാൻ അഭിനയിച്ച് കൊള്ളാം എന്ന് പറയും. അല്ല നമ്മളെ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഇപ്പം ഞാൻ തൃപ്തി വരില്ല. നമ്മൾ കണ്ടിച്ച് നന്നാക്കുന്നത് അത് അങ്ങനെ ഇടണ്ടായിരുന്നു. അത് നമുക്ക് എപ്പോഴും തോന്നി, എത്ര നമ്മൾ നന്നാക്കി ചെയ്താലും മറ്റുള്ളവർ നന്നായി പറഞ്ഞാലും നമുക്ക് തോന്നും. ഈ പൊതുവെ പല ആക്ടേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരുപാട് ആളുകളുടെ ഇടയിലിരുന്ന് പ്രത്യേകിച്ച് തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ അഭിനയിച്ചൊരു ഇമോഷണൽ സീൻ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സീനൊക്കെ കാണുമ്പോൾ അയ്യേ ആ ഒരു ഭയങ്കര ഒരു എംബാരസ്മെന്റ്, ആ ഒരു മൂവ്മെന്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളിപ്പോ പ്രണയസീനൊക്കെ ചെയ്യുന്ന സീരിയലിൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സമയത്തായിരിക്കും അമ്മായിപ്പൻ്റെ നടുക്ക് വന്നിരുന്നത്. അപ്പോഴായിരിക്കും ഭയങ്കര പ്രണയ സീനും ഭയങ്കര ഇതൊക്കെ ഡയലോഗും ഒക്കെ പണ്ടാരം എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ സീരിയലൊന്നും അങ്ങനെയില്ല, ഇവരുടെ മുന്നിൽ നിന്ന് നമ്മൾ ചെയ്യും പറയുമ്പോഴേ നമുക്കൊരു നാണക്കേട്. എനിക്ക് നമ്മൾ ഒരുമിച്ച് പടം കാണാൻ പോയിട്ടുണ്ട്. അല്ല എന്റെ ഫസ്റ്റ് മൂവിയിൽ എങ്ങനെ ഹഗ് ചെയ്യുന്ന സീനുണ്ട്, എനിക്ക് ആ സീൻ വരുമ്പോൾ ഭയങ്കര ചമ്മല. വിളിച്ചിട്ട് പറയും എൻ്റെ അടുത്ത് ഇങ്ങനൊരു സീനിനകത്തുണ്ട്. ഞാൻ അതിനെന്താ ചെയ്യും, അല്ല ഞാൻ പറഞ്ഞു പേടിച്ചില്ല, ചമ്മലാണ്. എനിക്ക് ഇവളെക്കാളും കൂടുതൽ എനിക്ക് ടെൻഷൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണ്. അവര് കളിയാക്കി ഭയങ്കര കളിയാക്കി, അതാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. അല്ല ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വിളിച്ച് ഇങ്ങനെ പറയും ഓക്കെ ഇങ്ങനെ ഒരു ഇന്റിമേറ്റ് സീൻ ഉണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ എപ്പോഴും അല്ല, ആദ്യത്തെ പടത്തിൽ എന്തായാലും ഇല്ല ഞാൻ ഇന്റിമേറ്റ് അങ്ങനെയല്ല, അങ്ങനത്തെ സീൻസിന്റെ കാര്യം മാത്രമല്ല എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും
കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ റൊമാൻറ്റിക് റൊമാൻസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കാണുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ഫേസ് ആണ്. ഫേസ് ഞാൻ റൊമാൻറ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക് ആണെന്ന് ചോദിച്ചാല് അങ്ങനെയല്ല, ഞാൻ റൊമാൻറ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ റൊമാൻറ്റിക് ഒന്നും അല്ല, ഒരു മീഡിയം ആണ്. ഒരു മീഡിയം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു ലെവല്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരു ഗെയിം, നമുക്ക് കുറച്ച് ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ പാട്ട് പാടുന്ന ആൾക്കാരായതുകൊണ്ട് പാട്ട് പാടിക്കാതെ ഞാൻ വിടത്തില്ല. അപ്പോൾ ഒരു പാട്ട് പാടാം. സൗവർണിക തുടങ്ങും. സുഭാഷിനെ പറ്റി അല്ലെങ്കിൽ സുഭാഷിനെ ഓർത്തുകൊണ്ട് പാടും. ഒരു ഡ്യുവറ്റ് ആവുന്നല്ലേ നല്ലത്? ഡ്യുവറ്റ് രണ്ടാളും. चेहरा है या चांद खिला है, सुल्फ खनेरी शाम है क्या, सागर जैसे आँखों वाली ये तो बता तेरा नाम है क्या. चेहरा है या चांद खिला है, सुल्फ खनेरी शाम है क्या, सागर जैसे आँखों वाली ये तो बता तेरा नाम है क्या. സൗവർണിക സുഭാഷ്. ഹിന്ദി ഞാൻ എന്ത് ഇങ്ങോട്ട് നോക്കുന്നത്, അപ്പോഴാ പേരിന്റെ കാര്യം. ഓക്കെ, അപ്പം സൗവർണിക ഒരു പാട്ട് പാടും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ ആത്മാവ് തേടി അലഞ്ഞിടാ, ആരാരും കാണാ മനസ്സിൽ ഒളിച്ച മോഹം പൊൻപീലിയായി നീ. ലിറിക്സ് മറന്നു പോയി ഞാൻ. കാറ്റുപോലെ തഴുകുന്നു നിന്നിലെ ഓക്കെ, ഇപ്പൊ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതായത് സൗവർണിക എന്നുള്ള പേര് സൗവർണിക ചോദിച്ച് മേടിച്ചാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുതായിട്ട് അതെന്തായിരുന്നു? അതൊന്നും ഇല്ലായിരുന്നു. എന്നെ ചിന്നുന്നാ വീട്ടിൽ വിളിക്കുന്ന ചിന്നുന്നാണ്. എനിക്ക് കുറെ പേരുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലാതെ ഇടാൻ വേണ്ടിട്ടൊക്കെ. മോണിക്ക എന്നോ അച്ഛന്റെ സെലക്ട്, മോണിക്ക, പ്രിയങ്ക, അങ്ങനെ കുറെ പേരുകളായിരുന്നു ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. ചിന്നു 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 എന്ന് വിളിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രിയങ്ക അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു മോണിക്ക. അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചപ്പോ ഈ സൗവർണികാമൃത വിജികൾ പാടും ആ പാട്ട് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല ആ സമയത്ത് എന്ന് ഈ റേഡിയോയിൽ കേൾക്കുമല്ലോ പാട്ട്. അപ്പൊ ഇങ്ങനെ അത് കേൾക്കും പാടും. അപ്പൊ എങ്ങനെ എനിക്കറിയത്തില്ല, എന്നോട് അവര് പറഞ്ഞാണ് ഇങ്ങനെ സൗവർണിക എന്നുള്ള ആ പേര് എനിക്ക് ഇഷ്ടമാണ്, സൗവർണിക പാട്ട് ആ പേര് ഇഷ്ടമാണ്, എനിക്ക് ആ പേര് മതി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കറിയില്ല കേട്ടോ. സ്വന്തം പേര് ചൂസ് ചെയ്തു ആ പ്രായത്തില്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഞാൻ കേൾക്കും ആൾക്കാരെങ്ങനെ കേട്ടോണ്ടല്ലോ, ഞാൻ തള്ളി മറിക്കാന്ന് പറയും, ട്രോളിക്കൊല്ലും അവസാനം. എന്തായാലും ആ ഒരു പേരില് സൗവർണിക തന്നെയാണോ ചേരുന്നത്? അതോ എന്തെങ്കിലും മോണിക്ക ഇട്ടിരുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു? വേണ്ട, ഒരു നാടൻ പേര്. നാടൻ എന്റെ ഫേസ് ആയിട്ട് മാച്ച് ആവുന്നില്ല. സൗവർണിക തന്നെയാണ് ഒരു ട്രഡീഷണൽ സൗവർണിക. വീടുകൾക്കാണ് കൂടുതലും, കുറെ സ്ഥാപനങ്ങൾക്കൊക്കെ ഞാൻ ഈ സൗവർണിക എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ എന്റെ കമ്പനിയാ, ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്ക് ഞാൻ എവിടെ നിന്നാണ് ഈ കണക്കൊക്കെ കൂട്ടിയെടുക്കാതെ പറയും. ഓക്കെ, അപ്പം നമുക്ക് ചെറുതായിട്ട് ഒരു ഗെയിമിലേക്ക് പോവാം. അപ്പം ഹു ഇസ് ദിസ് എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ പേര്. ഇതില് ഞാൻ ഒരു കാര്യം ചോദിക്കും, ഒരു ക്വാളിറ്റി അല്ല, ഒരാളെ പറ്റിയുള്ളൊരു പ്രത്യേകത ആയിരിക്കും. അത് ആരാണ് അവളെ തല്ലിക്കും അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറഞ്ഞ സിമ്പിൾ ആയിട്ടാണ്, ഇത് നേരത്തെ ചോദിച്ചാണെന്നല്ല, കൂടുതൽ റൊമാൻറ്റിക് ആരാണ് അയാളെ തല്ല. നേരത്തെ റൊമാൻറ്റിക് അല്ലാന്ന് പറഞ്ഞു. ഓക്കെ, കൂടുതൽ അംബീഷ്യസ് ആരാണ്? ഇതിൽ കൂട്ടത്തില് തളർത്താൻ ബെസ്റ്റ് ആരാണ്? അത്രയ്ക്ക് എന്താ തളർത്തിയത്? എന്ത് കാര്യം തളർത്തിയത്? ഷൂട്ടിന് പോയപ്പോഴത്തേക്കും അതെന്താ ഷൂട്ടിന് പോയപ്പോ അഭിനയിക്കുന്നതിനെ തളർത്തി? ഭയങ്കര വണ്ണമായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്ത് ചള്ള് ബോഡിയാണ് ഏട്ടാ ഇത്, ഇതൊന്ന് വണ്ണം കുറച്ചുകൂടി. തളർന്ന് പുള്ളി. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര മെനക്കെട്ട് 1.5 മണിക്കൂർ ജിമ്മിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ വാക്കില് കുറച്ച് കഴിഞ്ഞ് പുള്ളി ആദ്യമായിട്ടൊരു ഷൂട്ടിന് പോവാ.
ഹീറോ ആയിട്ട് ചെയ്യുന്നു, ഭയങ്കര കല്യാണ ചെക്കനായിട്ടൊക്കെ റെഡി ആയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് സൂപ്പർ. എന്തൊന്നാണ് ഏട്ടാ ഇത്, മെലിഞ്ഞു തൊലി. ഒന്നെങ്കിലും അപ്പുറത്തെ അറ്റത്ത് ഇപ്പുറത്തെ ആലോചിച്ച് നോക്കി, അത് കഴിഞ്ഞ ഉടനെയാണ് സുഭാഷ് ഷോട്ട് റെഡി ചെയ്തു. എന്തൊരു വൃത്തിയാണ്. അയ്യോ ഇങ്ങനെയാണ് നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പോണേ, എങ്ങനെയാ പറഞ്ഞത്, എങ്ങനെയാ ചോദിച്ചത്? ശരിക്കും അതിന്റെ പിന്നിൽ ചേതവികാരം എന്തായിരുന്നു? ഉള്ളിൽ അങ്ങനെയല്ല, എന്റെ ഉള്ളിൽ തോന്നുന്നു പുള്ളി, കാരണം അത്ര നല്ല ഭംഗിയുള്ള രീതിയിൽ ഇപ്പൊ ഭയങ്കര മെലിഞ്ഞൊക്കെ ഇരിക്കുന്നത്. എനിക്ക് വിഷമം തോന്നിയതാ. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്ക്? കൂട്ടത്തില് കെയറിങ് കൂടുതലായിരിക്കാണ്. ആരാണ് ഇതില് കുറച്ച് കോസ്റ്റ്ലി? ഇല്ല, അതെ. എന്താ വെച്ചാൽ ഞാൻ നോക്കും വളരെ, നമുക്ക് സീരിയലൊക്കെ ഇടാനായിട്ടാണെങ്കിൽ ഒരുപാട് സീൻസ് ഡ്രസ്സ് എടുക്കേണ്ടി വരും. ഞാനൊക്കെ ഒരു വളരെ കുറച്ച് വലിയ ചെറിയ ചെറിയ നോക്കിയിട്ട് ഓഫർ നോക്കും, അതൊക്കെ നോക്കിയിട്ട് ഞാൻ പോയി വാങ്ങും. ഇതങ്ങനെയല്ല, എടുക്കുമ്പോ നല്ല വൃത്തിയുള്ള കുറെ നാൾ യൂസ് ചെയ്യാൻ. ബ്രാൻഡ് കോൺഷ്യസ് ആവുന്നതെന്ന് വെച്ചാൽ എനിക്ക് ചില ബ്രാൻഡുകളുടെ ഇട്ടാൽ എനിക്കൊരു ഫിറ്റായി നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിന് ഞാൻ ഇവള് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കത്തില്ല. ഇവള് ഒരു ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മിനിമം 1000 രൂപയുടെ സാധനം വാങ്ങിക്കാതെ ഏറ്റവും കുറവ് വരത്തില്ല. ചെരുപ്പുകളോട് ഭയങ്കര ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന്. കുറച്ചൊന്നുമല്ല, ഒരുപാട്. എവിടെ പോയാലും ഷൂ വാങ്ങിച്ചാൽ മിനിമം ഒരു 1.5 വർഷം 2 വർഷം ഉപയോഗിക്കും. ഇവള് പക്ഷേ ഒരു മാസം 1, 2, 3 ചെരുപ്പായിരിക്കും. എപ്പോൾ പോയാലും നല്ല സാധനം കണ്ട അവള് വാങ്ങിക്കും. നമുക്ക് അങ്ങനെ നമ്മൾ നല്ലൊരു നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ബ്രാൻഡൊക്കെ നോക്കി വാങ്ങിച്ചാൽ കുറച്ച് കാലം ഉപയോഗിക്കും. അങ്ങനെ പരദൂഷണം പറയൽ ആരാണ് കൂടുതൽ? ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ അവിടെ സെറ്റിൽ പരദൂഷണം എന്നല്ല, മീൻസ് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലത് അവരുടെ ഒരു ഇതായിരിക്കും. അങ്ങനെ കുറെ എല്ലാ കാര്യങ്ങളും വന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ എല്ലാം പറഞ്ഞില്ല ഒരു സമാധാനം കിട്ടും. അതെ, പക്ഷെ നമ്മൾ കുറച്ചു നേരമൊക്കെ കേട്ടു, ആണല്ലേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി. കൂട്ടത്തില് ഫാമിലി പേഴ്സൺ ആരാണ്? അടിക്കേ അടി കിട്ടാഞ്ഞിട്ട് പോസസീവ്നെസ് കൂടുതൽ ആർക്കാണ്? ഇല്ല, ഒട്ടും ഇല്ല. എന്തെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കേസ് വരില്ല രണ്ടുപേർക്കും അങ്ങോട്ടും. ഇമോഷണലി വീക്ക് ആരാണ്? ശരിക്കും ഞാൻ വിചാരിച്ച ഇവിടെയാണെന്ന്. അയ്യോ അല്ല, അല്ല, ചില കാര്യങ്ങൾ ഇതായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെസ്പാവും. നിമിഷ നേരം കൊണ്ട് ഡെസ്പാവും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഡെസ്പാവും. പക്ഷെ കണ്ടാ പെട്ടെന്ന്, കാരണം നമ്മള് പിന്നെ കാണുന്ന പോലെ ഒന്നുമല്ല, ആണുങ്ങൾ അധികം പേരും അങ്ങനെ തന്നെ. അപ്പൊ ഓക്കെ, എന്തായാലും എന്റെ ടാസ്ക് ആക്ച്വലി ബാക്കിയുണ്ട്. ഓരോരുത്തർ ഓരോന്ന് വെച്ചെടുത്താലോ? ഉത്തരം പറഞ്ഞാലും ടാസ്ക് ഓരോന്ന് എടുത്താൽ മതി. അതോടെ നമുക്ക് നിർത്താം. ഓപ്പോസിറ്റുള്ള ആളെ കുറിച്ച് 10 വാക്കിൽ കവിയാതെ വർണ്ണിക്കുക. ഉപന്യാസമൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഉപയോഗം ഇങ്ങനെ വരുന്ന അറിയില്ല, അന്ന് പഠിക്കണമായിരുന്നു. ശരീര സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിനെ കണ്ട് പഠിക്കണം. ഇത്രയും ഭംഗി ഉടലഴകുള്ള ഒരു പുരുഷനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മുടി പനങ്കുല പോലെ, ഷോൾഡർ, പിന്നെ കണ്ണുകൾ എന്തോ തോന്നുന്നുണ്ടോ? ശരിയാണ്. പിന്നെ നല്ല ആണുങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല കേട്ടോ പറഞ്ഞത്. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാൻ 10 വാക്കിൽ കവിത വർണ്ണിക്കാനാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ്, മമ്മൂക്ക തോറ്റുപോകില്ലേ? ഇവക്ക് എങ്ങനെ വർണ്ണിച്ച പോലെ അനുഭവിക്കേണ്ട ഞാനല്ലേ? പോരെ, മതി. ഓക്കെ, പറ്റില്ല, നേരത്തെ വർണ്ണിച്ചു. ഓക്കെ, അപ്പൊ സുഭാഷിന്റെ ഈ ഒരു ടാസ്കോട് കൂടെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. ഉദ്ദേശം എന്താ? നിങ്ങൾ ചമ്മിപ്പോയ ഒരു ഇൻസിഡന്റിന് ഓപ്പോസിറ്റിനുള്ള ആൾ പറയുക. അത് ആക്ച്വലി പറയാം, സൗപർണിക പറയാം. അല്ലല്ല, ഞാൻ ചമ്മിപ്പോയത്. എന്തെങ്കിലും ഒരു സാധനം പറയാം. ഞാൻ പറയില്ല. പറയാം, അതായത് അവള് പറഞ്ഞു, അയ്യോ നാറി പോയില്ലേ നിങ്ങളൊന്ന് പറയുകയും ചെയ്തോട്. ഞാൻ ചമ്മി പോയി. ശരിക്കും എന്താ വെച്ചാല് അന്ന് ബ്രസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇച്ചിരി നല്ല മൈതാനം പോലെ സ്ഥലവും ഇച്ചിരി ഒരു വഴുക്ക് പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹാൻഡ് ബ്രേക്ക് കണക്കെ ചെയ്യും. ഓർമ്മയില്ലെന്ന് ഇതൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ഇതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പം ഞാൻ വന്നിട്ട് അത്ര ശ്രദ്ധിച്ചില്ല, ഞാനങ്ങ് ചെയ്തു. ഇത് നന്നായിട്ട് കറങ്ങിയിട്ട് നേരെ പോയി അപ്പുറത്തെ ആ ഒരു ഇതുണ്ടായിരുന്നു, ചെടിച്ചട്ടി പോലെ സാധനം, അവിടെ ഹോട്ടലിന്റെ ആ ചെടിച്ചട്ടി കൊണ്ടങ്ങ് പോയി. അപ്പോൾ ഇയാള് വേഗം ഓടി വന്നു. അപ്പൊ ഞാൻ അവിടെ ഇത് മുറ്റമൊക്കെ ഒന്ന് ക്ലിയർ ആയി നോക്കട്ടെ, ഇത് വഴിക്കായി പോയി എങ്ങനെ എങ്ങനെ പുള്ളി പറഞ്ഞു, ആണോ സാർ, സോറി സാർ, ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവള് നാണല്ലേ നിങ്ങൾ, ഞാനും പേടിച്ചു, നാണം കിട്ടുന്ന അറിയില്ല നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ വലിയ ഡ്രൈവറാണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പാടി. അപ്പൊ ഞാൻ പറയാം അതൊന്നും പ്രശ്നമില്ല, ചട്ടിയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അന്ന് ഞാൻ എന്നാലതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ കറങ്ങി 2 കറക്കൊക്കെ ഇറങ്ങി പോയത്. അത്രയും വഴുക്കുണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. അതിനകത്ത് മഴ പെയ്തിട്ട് വഴുക്കും അല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ലായിരുന്നു ആ സർഫേസ് കിടന്നിരുന്നത്. അതുകൊണ്ട്
അതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു പ്രശ്നം. പിന്നെ എടുത്തു ചാടി അങ്ങനെ വല്ലതിനും മുതിർന്നു ഇല്ലല്ലോ. പിന്നെ ഒന്ന് പിന്നെ ഒന്ന് ചിന്തിക്കും. പിന്നെ ചിന്തിക്കും. പിന്നെ ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ചെയ്യും. ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ചെയ്യുള്ളൂ. ആരും ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെയാണ്. അത് വേറെ കാര്യമുണ്ട്. ഇത് നമുക്ക് ചെയ്ത് പരിചയമില്ലാത്തൊരു സ്ഥലമാണല്ലോ. ഓക്കെ. ചുമ്മാ എന്തിനോ ചുമ്മാ അങ്ങ് തോന്നിയതാ. പാർക്ക് ചെയ്യുമ്പോ ഒന്നങ്ങ് കറക്കി നിർത്തിയൊക്കെയാണ് എന്ന് തോന്നിയിട്ട് ഓ പാർക്ക് ഞാൻ അടുത്തിരിക്കുന്നതിനോട് സ്റ്റൈൽ കാണിച്ചത് പാർക്ക് ചെയ്യുമ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ പോയി വെക്കുന്നതിന് പകരം ഒന്നിങ്ങനെ അങ്ങനെ ചെയ്യാറുള്ളതാണ്. പക്ഷെ ആ സമയത്ത് എന്തോ അങ്ങ് വാളിപ്പോയി ഇത് അങ്ങ് പോയിട്ട് അപ്പുറത്ത് ഇത് നിന്നെ പഠിപ്പിച്ചേരാ അന്ന് എനിക്ക് പറഞ്ഞ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. സത്യമാണ്. ചിനു ഇങ്ങനെയാണ് നമ്മള് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങൾ സംഭവിക്കും. അത് നിനക്ക് പഠിപ്പിച്ചേരാം. ചമ്മി പോയില്ല, ചുമ്മാ ഡയലോഗ് അടിക്കുന്നു. അന്ന് ഞാൻ നന്നായി ചമ്മി. അപ്പൊ എന്തായാലും പടം ഇറങ്ങാൻ പോവാണ്. അപ്പം പേടിയുണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, സെറ്റ് ആവും. ഓണം കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് റിലീസ് അല്ലേ. അപ്പം ഹിറ്റ് ആവട്ടെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു. Okay, thank you.